ലീഗിന്റെ വയനാട്ടിലെ ഭൂമി തട്ടിപ്പ് പ്രേക്ഷകർ മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വിഷയത്തിൽ ലീഗ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തങ്ങൾ വാങ്ങിയത് തോട്ടം ഭൂമിയല്ല എന്ന് തെളിയിക്കാൻ കൈകളിൽ രേഖകളില്ല എന്നതാണ് ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിവാദം ഉയർന്നു വന്നപ്പോൾ ലീഗ് നേതൃത്വം നമ്മളോട് പറഞ്ഞത്, കേരളത്തോട് പറഞ്ഞത്, ഞങ്ങൾ വാങ്ങിയത് തോട്ടം ഭൂമിയല്ല, അത് വീട് വെക്കാൻ പറ്റുന്ന ഭൂമിയാണ്, അതിന് പറ്റുന്ന എല്ലാ രേഖകളും കൈകളിലുണ്ട് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രേഖകളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഈ വിഷയം വിശദീകരിക്കാൻ കഴിയാതെ വലയുകയാണ് ലീഗ് നേതൃത്വം. ജോഷ്ല നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. നോക്കാം എന്താണ് ഏറ്റവും പുതുതായി ലീഗ് ക്യാമ്പിൽ സംഭവിക്കുന്നതെന്ന്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഈ വാങ്ങിയത് തോട്ടം ഭൂമിയല്ല എന്ന് തെളിയിക്കാൻ രേഖകളില്ല എന്നതാണ് ഇപ്പോൾ ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ലാൻഡ് ബോർഡിന് മുൻപിൽ ഈ മൊയ്തു ഇവർക്ക് ഭൂമി വിറ്റ മൊയ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വിറ്റത് തോട്ടം ഭൂമിയാണെന്ന്. അതോടുകൂടി ലീഗ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്ത് ഇതിൽ നിന്ന് ഊരാം എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ ചിന്ത. ജോഷ്ല. മനു, ഗുഡ് മോർണിംഗ്. ലീഗ് നേതൃത്വം ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ ആകെ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വയനാട് ജില്ലാ നേതൃത്വം അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി. അന്ന് വൈകുന്നേരം, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട വൈകുന്നേരം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് കരഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളത് താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഹിയറിംഗിന് വന്നപ്പോൾ ഇത് വിറ്റിയാൾ കല്ലങ്കോടൻ മൊയ്തു അടക്കം ആളുകൾ പറഞ്ഞത് ഇത് ഞങ്ങൾ വിൽക്കുമ്പോൾ തോട്ടം ഭൂമിയായിരുന്നു, പിന്നീട് തരം മാറ്റിയോ എന്നറിയില്ല എന്നുള്ളതാണ്. അതും കഴിഞ്ഞ് വലിയ വിവാദങ്ങളിലേക്ക് പോയി. ആകെ ആളുകളൊക്കെ തന്നെ ദുരന്തബാധിതരായ ഈ ലീഗിന്റെ ടൗൺഷിപ്പിലേക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ ആശങ്കാകുലരായി. ഇവരുടെ ഒക്കെ മുന്നിൽ ഇത് തെളിയിക്കേണ്ടതുണ്ട്. മാത്രമല്ല ലീഗ് നേതൃത്വത്തിന് തന്നെ എന്തിനാണ് 12 കോടി രൂപ ഇത് ഈ ഒരു തോട്ടം ഭൂമിക്കായി ചെലവഴിച്ചത് എന്നുള്ള കാര്യം തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ലീഗ് കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയത്. ആ സമയത്ത് ലീഗ് നേതൃത്വം, ജില്ലാ ലീഗ് നേതൃത്വം ഒരു കോപ്പിയുമായാണ്, ഒരു രേഖയുടെ അല്ല നിയമത്തിന്റെ കോപ്പിയുമായാണ് വന്നത്. അവർ പറഞ്ഞത് ഇത് ഇത്തരത്തിൽ തരം മാറ്റാൻ കഴിയും, തോട്ടം ഭൂമിയല്ല, ഇത് തരം മാറ്റാൻ കഴിയും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ആ കോപ്പി ഡയസിന് മുകളിൽ നിന്ന് കാണിക്കുകയല്ലാതെ പത്രക്കാർക്കോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്യാൻ ലീഗ് നേതൃത്വം തയ്യാറായിരുന്നില്ല. അതിന് കാരണമുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്താണ് ഈ രേഖ, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നിയമവശങ്ങളും ഞങ്ങൾ അത് പരിശോധിച്ച് വരികയായിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. 2021 അന്ന് ലാൻഡ് ബോർഡ് പുറപ്പെടുവിച്ച ഒരു നിയമപ്രകാരം ആണ്, അതായത് തോട്ടം ഭൂമി തന്നെ പല കഷ്ണങ്ങളാക്കി വിൽക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗം വേണമെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ രേഖ എന്ന് പറയുന്നത്, ആ നിയമം എന്ന് പറയുന്നത് 2021 ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുറപ്പെടുവിച്ച നിയമം പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ 2024 സർക്കാർ റദ്ദ് ചെയ്ത അല്ലെങ്കിൽ സർക്കാർ നിരോധിച്ച നിയമമാണത്. അത് പുറത്തു പറയാതെ ആളുകളെ വഞ്ചിക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു കടലാസുമായി വന്ന് ഡയസിന് മുന്നിൽ നിന്ന് അന്ന് ലീഗ് നേതൃത്വം പ്രസംഗിച്ചത് എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് ഗുണഭോക്താക്കളെ അടക്കം പറ്റിക്കാൻ അല്ലെങ്കിൽ ചതിക്കാൻ ലീഗ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ലീഗിന്റെ കയ്യിൽ ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ കയ്യിൽ ഇത് തോട്ടം ഭൂമിയല്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖകളുമില്ല. അതേസമയം താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ സംഘം, സോണൽ ലാൻഡ് ബോർഡ് ഇപ്പോൾ സംസ്ഥാന ബോർഡിന് ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകണം, ഇത് തോട്ടം ഭൂമിയാണ്, തരം മാറ്റിയതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൂടി ഇത് കക്ഷി ചേർക്കണമെന്നുമുള്ള വാദവുമായി സ്റ്റേറ്റ് ബോർഡിനെ സമീപിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് ബോർഡ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിലേക്ക് അത്തരത്തിലൊരു ശുപാർശ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കടക്കം ഇവിടെ ഹാജരാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ എത്രയും വേഗം ഭൂമി ഈ ഉപഭോക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന നീക്കത്തിലേക്ക് ലീഗ് കിടക്കുന്നത്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ബുധനാഴ്ച രജിസ്ട്രേഷൻ നടത്താനാണ് ലീഗിന്റെ തീരുമാനമെന്നാണ്. 85 പേർക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്നാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ ഒരു പ്രശ്നമുണ്ട്. ഈ രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്ന മനുഷ്യർ ഈ ഭൂമി കൊണ്ട് എന്ത് ചെയ്യും? കാരണം അതിൽ വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ.
മനു, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതിന്റെ പുറകിൽ നടക്കുന്ന ഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ദുരിതബാധിതരുടെ പേരിലേക്ക് 85 പേരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ദുരിതബാധിതരുടെ പേരിലേക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള ലീഗിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രണ്ട് ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. അത് ഒന്ന്, ദുരന്തബാധിതരെ ഈ ഒരു കേസിലേക്ക് ദുരന്തബാധിതർ വരും. അപ്പോൾ ഇവർ ഹിയറിംഗിനൊക്കെ ഹാജരാകേണ്ടി വരും. അതുമാത്രമല്ല, സർക്കാരിന് ദയാപരമായി മാത്രമേ ഇവരുടെ കാര്യം പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം വീട് നഷ്ടപ്പെട്ടവരാണ്, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവർ സർക്കാരിൽ നിന്ന് 15 ലക്ഷം വാങ്ങി പോയവരാണ്. എന്നാൽ പോലും അവരെ കൈവിടാൻ, ഒരു സാധാരണ നമ്മളുടെ ജനങ്ങളെ കൈവിടാൻ ഒരിക്കലും സർക്കാർ തയ്യാറാവുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ ദുരന്തബാധിതരുടെ ദുരിതം കണ്ട് ഇത് തോട്ടം ഭൂമി തരമാറ്റി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ലീഗ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത്. ജോഷ്ല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജോഷ്ല ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പറയും കാഞ്ഞ ബുദ്ധി എന്ന് പറയും, വിളഞ്ഞ ബുദ്ധി എന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പറയാറുണ്ട്. അത്തരത്തിലൊരു ബുദ്ധിയാണ് ലീഗ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലീഗിന് പറയാം, ഇതാ ഞങ്ങൾ ഭൂമി വാങ്ങിക്കൊടുത്തു, ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, പക്ഷേ സർക്കാർ അവരെ ആ ഭൂമിയിൽ വീട് വയ്ക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഇരവാദം ഉയർത്താനുള്ള വലിയ സാഹചര്യം അവിടെ ലീഗ് തുറന്നിടുകയാണ്. കാഞ്ഞ ബുദ്ധിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വിറ്റവരെ സഹായിക്കാനുള്ള, അതായത് കല്ലങ്കോടും മൊയ്തു അടക്കമുള്ള ആളുകളുടെ നേരത്തെ തന്നെ ഗൂഢതന്ത്രം പ്രയോഗിച്ചാണ് ഈ 3 ഏക്കർ സ്ഥലം മാത്രം കല്ലങ്കോടൻ മൊയ്തു ലീഗിന് വിറ്റത്. അതിന്റെ പിന്നിൽ മറ്റൊരു ഗൂഢോദ്ദേശമുണ്ട്. ഈ 3 ഏക്കർ ഭൂമി തരമാറ്റി കിട്ടിയാൽ, അതായത് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് തരമാറ്റി കിട്ടിയാൽ ആ ഭൂമിയുടെ മറ്റു ഭാഗങ്ങൾ, അതായത് 8 ഏക്കർ സ്ഥലം ബാക്കി അവിടെ കിടപ്പുണ്ട്, ആ സ്ഥലവും കൂടി ഈ രേഖ വെച്ച് തരമാറ്റാം. അങ്ങനെ ഈ 1.20 ലക്ഷം രൂപയാണ് ഇപ്പോൾ സെന്റിന് വിറ്റിരിക്കുന്നത്. അത് ഒരുപക്ഷെ നാളെ തരമാറ്റിക്കൊണ്ട് ഈ 8 ഏക്കർ സ്ഥലം പോലും വീണ്ടും ഈ ഒരു രേഖ വെച്ച് തരമാറ്റിയാൽ, ഈ ഒരു നിയമം വെച്ച് തരമാറ്റിയാൽ അത് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും സെന്റിൽ വെച്ച് കരഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കാം എന്നുള്ള ഒരു ഗൂഢതന്ത്രം കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് തന്ത്രങ്ങൾ ഒരേ സമയം പയറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, സാദിഖ് അലി തങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് KT ജലീൽ പറഞ്ഞതുപോലെ ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ അഖിലേന്ത്യാ നേതൃത്വവും ഈ ഉപസമിതിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഉപസമിതിയുടെ എല്ലാ നീക്കങ്ങളും അറിഞ്ഞുകൊണ്ടാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഭൂമി കച്ചവടം, ദുരന്ത ബാധിതരുടെ പേരിൽ ഒരു ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാണ് അന്ന് KT ജലീൽ പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. മനു.